ഇരിക്കാൻ സീറ്റ് കിട്ടാത്തവരൊക്കെ സീറ്റിൽ ഇരിക്കണം. കാരണം ഇപ്പൊ നമുക്ക് ചെയർ ഇട്ട് കഴിഞ്ഞാൽ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സമയമാണ്. ചെറുതായിട്ട് നമുക്കൊരു മീറ്റിംഗ് ഉണ്ട്. പ്രയർ ഈശ്വര പ്രാർത്ഥനയ്ക്ക് തയ്യാറായിട്ട് നമ്മുടെ ഗായകരുടെ നമ്മുടെ SNG ഗ്രൂപ്പിലേക്ക് രജിസ്റ്റർ ചെയ്ത നാരായണനെ നിങ്ങൾക്ക് ഞാൻ എൻ്റെ പേര് നാരായണൻ. പോലീസിലായിരുന്നു. 2 മക്കളാണ്. മൂത്ത കുട്ടി സുഖമില്ലാത്ത കുട്ടിയാണ്. രണ്ടാമത്തെ കുട്ടീനെ മെഡിക്കൽ കോളേജില്ലേ ശരിക്കും വീട് കാക്കൂരായിരുന്നു. വൈഫ് നേഴ്സായിരുന്നു. സൂപ്പർവൈസർ ഒരു ന്യൂ ഇയർ കേക്ക് ഉണ്ട്. പിന്നെ വിശിഷ്ട വ്യക്തികളെ നമ്മൾ ആദരിക്കുന്നുണ്ട്. അതോടുകൂടി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ബോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പ്രസിഡൻഷ്യൽ ഡിന്നറുണ്ട്, ക്യാമ്പ് ഫയർ ഉണ്ട്. അപ്പം ബോട്ട് കരയ്ക്കടുത്ത് കഴിഞ്ഞുള്ള ക്യാമ്പ് ഫയർ, പ്രസിഡൻഷ്യൽ ഡിന്നർ താല്പര്യമുള്ള ആൾക്കാർക്ക് മാത്രം നിൽക്കാം. നമ്മുടെ സ്നേഹസമാഗമം സമാരംഭിക്കുകയാണ്. സണ്ണി അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കൂടില്ല, നമുക്കിവിടെ കൂടാൻ വേണ്ടി സാധിക്കില്ല. ഈ ലോഡ്ജിലൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പോവുക, അവിടുന്ന് ഉള്ള കാര്യങ്ങൾ എല്ലൊന്നും ഇവിടെ പറയാൻ പറ്റാത്തതാണ്. നമ്മുടെ മനസ്സൊന്നും മായാത്ത ഒരാളാണ് സണ്ണി. നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഞാൻ നമ്മുടെ പ്രസിഡന്റിനെ വേദിയിലേക്ക് വിളിക്കുകയാണ്. സണ്ണിയെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. നിങ്ങളുടെ ഈ സ്നേഹത്തോടെയുള്ള സ്വീകരണത്തിന് അനിത വെള്ളത്തിന്റെ സുഹൃത്തുണ്ടായിരുന്നു. ഫസ്റ്റ് ഗ്രൂപ്പ് പറഞ്ഞ ഒരു രാജകുമാർ ഒരു ദിവസം രഞ്ജിത്ത് രാജകുമാരെ വിളിച്ചിട്ട് അവിടെ എത്തിച്ചു. അപ്പൊ കുറച്ച് പേര് വന്നത് ഹിന്ദി പഠിപ്പിക്കുന്ന ടീച്ചറാണ്. അവരെങ്ങനെ നോക്കിയപ്പോ ഇവർക്ക് തോന്നി ഇയാൾ ഇവിടെ ക്ലാസ്സിൽ ഇല്ലാത്ത ആളാണല്ലോ. അവര് സ്റ്റാൻഡപ്പ് വന്നു. അപ്പൊ അതിന് മനസ്സിലായി സംഭവം വരുന്നില്ല. അങ്ങനെയെല്ലാം കൂടി പറഞ്ഞ അവസാനം രഞ്ജിത്ത് കൂട്ടി എന്നൊക്കെ പറയേണ്ടി വന്നു. രാജകുമാരൻ അവിടുന്ന് ഗെറ്റ് ഔട്ട് അടിച്ച് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർമ്മിക്കാണ്. വന്നു പോയിടക്കുന്നത് മകനേ. നമ്മുടെ അതിർത്തി സംരക്ഷിക്കുന്ന, രാജ്യത്തെ സംരക്ഷിക്കുന്ന ജവാന്മാരാണ്. അങ്ങനെ ഒരു ജവാൻ നമ്മുടെ കൂടെയുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ സുരേന്ദ്രനാണ്. ഏതായാലും ദീനെയാണ് നമ്മുടെ സുരേന്ദ്രനെ ആദരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരും ഒന്നിച്ച് കണ്ടതിൽ വളരെയധികം സന്തോഷം. ഈ ആദരവിനും സ്നേഹത്തിനും വളരെയധികം നന്ദി. കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്താണോ അതാണല്ലോ നമ്മുടെ കുടുംബം. ആ കുടുംബം നമ്മൾ ഒത്തുചേർന്നു. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു സദസ്സും ഒരു സമാഗമ പരിപാടിയുമാണ്.
കണ്ടു എന്റെ പെങ്ങളെ ഇന്നലെ കണ്ടായിരുന്നു എന്റെ കൂട്ടിൽ താളത്തെ കൊയ്യും ചെന്നാൽ കൂട്ടത്തിൽ കണ്ടായിരുന്നു എന്റെ വീട്ടിൽ താളത്തെ കൊയ്യും ചെന്നാൽ കൂട്ടത്തിൽ കണ്ടായിരുന്നു ഞാനിന്ന് കേറിയ കൂടാനെ കണ്ടതയ്യ കൂടാനെ കണ്ടതയ്യ ഒരു വട്ടം അമ്പാടി കണ്ണനെ കണ്ടാൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചൊല്ലി ഫെബ്രുവരി 11 മോന്റെ കല്യാണമാണ്. കളഭഗതികളുന്നതോ കനകനിധികളുതിരുന്നതോ പനിമഴയോ പുലരയോ കാലവേദമെഴുതിയെറിയും അതിൽ വീരും വണ്ടു ഞാൻ കാവലിൽ മനപ്പുറത്തും അവരുടെ മൊഴിയൊഴുകും പേരാണ് ദുരിതമാരി. അപ്പൊ ആ തിരുവാതിരയ്ക്ക് ഭക്ഷണം എന്ന് പറഞ്ഞാൽ രാജേന്ദ്ര നല്ല മനസ്സോടുകൂടെ ഞാനത് ഏറ്റെടുക്കാന്ന് പറഞ്ഞ് കുറുക്ക് ഉണ്ടാക്കി കൊണ്ടുവന്ന് തിരുവാതിരക്കാരും അവരെയും കൂടെ സംതൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ഭക്ഷണം തയ്യാറാക്കി കൊണ്ടുവന്ന് അതിന് രാജേന്ദ്രൻ കാണിച്ച ആ വലിയ മനസ്സിന് രാജേന്ദ്രൻ നന്ദി പറഞ്ഞു. അപ്പൊ ഇന്ന് ഇവിടെ കൂടെ ഈ സന്തോഷം പങ്കിട്ടേരുന്ന ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി അറിവറിഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.